വേടൻ വിവാഹ വാഗ്ദാനം നൽകി ഒരു യുവ ഡോക്ടറെ പല സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. അവർ വേടനെ പരിചയപ്പെടുന്നത് വേടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ്. അതിനുശേഷം 2021 കോഴിക്കോട് ഡോക്ടറുടെ ഫ്ളാറ്റിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി വേടൻ എത്തിച്ചേർന്നു. ഒരു ചുംബനത്തിന് അനുവാദം ചോദിച്ച ശേഷം ഈ പറയുന്ന യുവതിയെ ബലമായി കട്ടിലിൽ തള്ളിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ ആദ്യം പറഞ്ഞത്. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? അതിനുശേഷം വിവാഹ വാഗ്ദാനം നടത്തുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഇവർ 2 വർഷം ബന്ധം തുടർന്നുകൊണ്ടു. ഈ കാലത്ത് പല സ്ഥലങ്ങളിൽ പലതവണയായി ഇവർ തമ്മിൽ ലൈംഗിക ബന്ധം നടത്തും. എന്നാൽ 2023 ജൂലൈയിൽ ഒരു ഷോയ്ക്ക് ശേഷം കാണാൻ വരാതെ ഡോക്ടറെ ടോക്സിക് എന്ന് വിളിച്ച് വേടൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാകുകയായിരുന്നു. അതിന് കാരണമായി ഡോക്ടർ പറയുന്നത് അവർ മറ്റ് സ്ത്രീകളുമായുള്ള വേടന്റെ ബന്ധത്തെ എതിർത്തു എന്നുള്ളത്. എന്നാൽ അതിനോടകം വേടൻ ഡോക്ടറുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായും സഹായങ്ങൾ മേടിച്ചു. പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ? ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. അതിനോടൊപ്പം തന്നെ ടോക്സിക് എന്ന് വിളിച്ചിട്ട് അവരെ കാണാൻ പോലും അനുവദിക്കാതെ വേടൻ അപ്രത്യക്ഷനായതും അവരിൽ വലിയ മാനസിക വേദന ഉണ്ടാക്കിയ കാര്യം. നിങ്ങൾ പഴയതെല്ലാം മറന്നു പറഞ്ഞില്ലേ? പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്. ഇതിനൊക്കെ വേണ്ടി അവർ ചികിത്സ തേടിയിട്ടുമുണ്ട്. 2025 മറ്റൊരു സ്ത്രീയുടെ ആരോപണവും വേടന്റെ യൂട്യൂബ് അഭിമുഖവും ഒക്കെ കേട്ടിട്ടാണ് അവർ പരാതി നൽകി. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ ദോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കേ. ഈ ഡോക്ടറുടെ സ്വകാര്യ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ചോർന്നതും കൂടുതൽ മനോവേദനയും ഭയവും അവരിലുണ്ടായി. വിഷമിക്കണ്ട, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. മാധ്യമങ്ങൾ അവരെ ഫോൺ വിളിച്ച് സംസാരിക്കുകയും പിന്തുടരുകയും ചെയ്യും. മനസ്സമാനം തരില്ല തെണ്ടികൾ. വേടന്റെ വേണ്ടപ്പെട്ടവർ ഇത് ആസൂത്രണം ചെയ്ത് അവരെ പീഡിപ്പിക്കുകയായിരുന്നു എന്നും അവർ ആരോപിക്കും. ഇതാരോ നമ്മുടെ കഴുത്തിൽ ഊരാക്കൂട് കിട്ടതാ. ശൈവഭൂതങ്ങളാണെന്നാ അവള് പറഞ്ഞത്. ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ, ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ. വേടന്റെ ജാതി വിരുദ്ധ പാട്ടുകളും സമൂഹത്തിലുള്ള ജനസമ്മതിയും ഒക്കെ അവർ വിശ്വസിച്ചു. നീയൊക്കെ അനുഭവിക്കാൻ പോണേയുള്ളൂ. ഞാനാടാ പറയുന്നേ, നശിച്ച് നാറാണ കല്ല് കാണും. പക്ഷേ ഈ വിശ്വാസത്തെയാണ് വേടൻ അന്ന് തകർത്തത്. നന്ദി വേണോടാ, നന്ദി. ആദ്യമൊക്കെ ഈ അക്യൂസേഷനെ എതിർത്തെങ്കിലും പിന്നീട് താൻ അത് ചെയ്തിരുന്നുവെന്ന് ഒരു പൊതു മാപ്പെഴുതി പോസ്റ്റ് ചെയ്ത് വേടൻ അവിടുന്ന് തടിയൂരുകയായിരുന്നു. എന്താണെങ്കിലും സ്ത്രീവിരുദ്ധത ഒരു തരത്തിലും വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയായി തീരും. എന്റെ ദൈവമേ, എത്ര പഴകിയാലും ചെയ്ത തെറ്റ് തെറ്റല്ലാതാവുന്നില്ല. തെറ്റിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ നാളെ ആവട്ടെ.